രാത്രി ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഭയങ്കര ഇടിയും മഴയൊക്കെ ആയിരുന്നു. എൻ്റെ ടെൻ്റാണ് ഇങ്ങനെ കടന്ന് പറക്കുക. ഞാൻ വല്ലാണ്ട് പേടിച്ചു പോയി. ഞാൻ പേടിച്ച് ടെൻറ്റ് കീറുമോന്നോ വെള്ളമൊക്കെ അകത്ത് കയറുമോന്നൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ പേടിച്ചു പോയി. ആ വാട്ടർഫോളൊക്കെ കണ്ടു കഴിഞ്ഞ് എൻ്റെ തൊട്ട് സൈഡിൽ ഞാൻ കുളിക്കാൻ വേണ്ടി ഇറങ്ങി. അവിടെ ഞാൻ വലിയൊരു അപകടം കണ്ടത്. അവിടെ ഞാൻ ചെറിയൊരു പൊത്ത് കണ്ട്. ഞാൻ എന്താക്കി, എൻ്റെ അത്രയും സൈസായാലും ഒരു വലിയൊരു കമ്പ് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് അത് ഞാൻ മുക്കി നോക്കി. അതിന് എത്ര ആളുണ്ടെന്ന് എനിക്ക് പ്രിഡിക്റ്റ് പോലും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു കാര്യം ഉറപ്പായിരുന്നു, ഞാൻ ആ പൊത്തിൽ വീണ ഞാൻ മുങ്ങി മരിക്കുന്നു 100% ഉറപ്പായിരുന്നു. ആ ദീദിയെ നല്ല കള്ളൊക്കെ കുടിച്ച് നല്ലൊരു ഫിറ്റിലിരിക്കുകയായിരുന്നു. പിന്നീട് എനിക്ക് ഡാറു വേണമൊക്കെ ചോദിച്ചു. നേപ്പാളത്തെ ലോക്കൽ വാറ്റാണ്. പുള്ളിക്കാരി അത് കുടിക്കുക പറഞ്ഞ് ഇങ്ങനെ നിർബന്ധിക്കാൻ. അടുത്ത ഞങ്ങളുടെ സ്പോട്ട് എന്ന് പറയുന്നത് മെച്ചുക്കെ പോകാനായിരുന്നു പ്ലാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഫ്രണ്ടായി മെച്ചുക്ക ഞാൻ സ്പോട്ടും സജസ്റ്റ് ചെയ്തത്. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മെച്ചുക്ക എത്താൻ മിനിമം ഒരു 4-5 ദിവസങ്ങൾ എത്തുമെന്നായിരുന്നു ഞങ്ങളുടെ കണക്കൂട്ടൽ. ലിഫ്റ്റ് അടിച്ച് പോകുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ലിഫ്റ്റ് അടിച്ച് 2 ദിവസം കൊണ്ട് ഞങ്ങൾ സീറോ വാലി എത്തി. പിന്നീട് ഞങ്ങൾക്ക് ലിഫ്റ്റ് അടിക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു. കാരണം ഈസ്റ്ററിന് അനുവദിച്ച ദിവസങ്ങളായതുകൊണ്ട് അവിടെ ക്രിസ്ത്യൻസാണ് പോപ്പുലേറ്റഡ് ആയതുകൊണ്ടും ഭയങ്കര പാടാണ് വണ്ടിയൊക്കെ കിട്ടാൻ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് അവിടെ ഈസ്റ്റർ അവിടെ കൂടാമെന്ന് ഞങ്ങൾ വിചാരിച്ചു സീറോ വാലിയിൽ. അപ്പം അവിടെ ഞങ്ങൾ താമസിക്കാൻ വേണ്ടി സ്ഥലം നോക്കി നടന്നപ്പോൾ അവിടുത്തെ ലോക്കൽ ഞങ്ങളോട് പറഞ്ഞ് ഇവിടെ ഒരു കേരള ഫാദർ ഉണ്ട്, അവിടെ പോയാൽ ചിലപ്പോൾ ഞങ്ങൾക്ക് സ്റ്റേ കിട്ടുമെന്ന് പറഞ്ഞു. ഞങ്ങൾ അച്ഛനെ പോയി കണ്ട് അച്ഛൻ ഞങ്ങൾക്ക് ക്ലാസ് മുറി ഞങ്ങൾക്ക് തന്ന്. ക്ലാസ് മുറി ഞങ്ങൾ ബെഞ്ചൊക്കെ ഇട്ട് ഞങ്ങളുടെ ബെഡും പുതപ്പൊക്കെല്ലാം ഉണ്ട്, അതൊക്കെ അറേഞ്ച് ചെയ്ത് ഞങ്ങൾ അവിടെ താമസിച്ചു 4 ദിവസം. ഈസ്റ്റർ വരെ ഞങ്ങൾ അവിടെ തന്നെ ആയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ പള്ളിയിൽ ഈസ്റ്റർ ഒക്കെ കൂടിയത്. നമ്മുടെ കേരളം വെച്ച് നോക്കുമ്പം അവിടുത്തെ ഈസ്റ്റർ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. ഫുഡാണേലും അതുപോലെ തന്നെ അവിടുത്തെ കുർബാന ആണേലും ഒക്കെ വേറെ തന്നെ രീതിയിലായിരുന്നു. അങ്ങനെ ഈസ്റ്ററൊക്കെ കഴിഞ്ഞു ഞങ്ങൾക്ക് മെച്ചുക്കെ പോകാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷെ അത് പകുതി കഴിച്ച് ഞങ്ങൾക്ക് നിർത്തേണ്ടി വന്നു. കാരണം എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ജ്യോതിഷിന് വീട്ടിൽ എത്തേണ്ട ആവശ്യം വന്നു എത്രയും പെട്ടെന്ന്. ഞാനും പിന്നെ ഒറ്റയ്ക്ക് പോകാൻ എനിക്കും മടിയായിരുന്നു. കാരണം മെച്ചുക്ക വരെ മിനിമം 3 ദിവസം എടുക്കും എത്താൻ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടും ഒരാഴ്ച തന്നെ യാത്ര ചെയ്യാൻ പോകും. ഞങ്ങൾക്ക് ടൈമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും പിന്നീട് പോകാമെന്ന് വിചാരിച്ചിട്ട് രണ്ടുപേരും തിരിച്ച് താഴോട്ടേക്ക് തന്നെ ഇറങ്ങി. മലയിൽ നിന്ന് എന്ന് വെച്ചാൽ അരുണാചലിൽ നിന്ന് ആസാം വരെ എത്തി. പിന്നീട് ജ്യോതിഷ് അവൻ്റെ വീട്ടിലോട്ടും ഞാൻ നാഗാലാൻഡിലെ സുക്കു വാലി ട്രെക്ക് ചെയ്യാൻ വേണ്ടിയും എൻ്റെ യാത്ര പുറപ്പെട്ടു. ഞാൻ രാവിലെ ആയപ്പോഴേക്കും നാഗാലാൻഡിലെ ദിമാപൂരിൽ എത്തി. ദിമാപൂരിൽ നിന്ന് ഞാൻ ലിഫ്റ്റ് അടിച്ച് തന്നെ ആയിരുന്നു കൊഹിമ വരെ പോയത്. കൊഹിമ വരെ പോയി എനിക്ക് തോന്നുന്നു ഉച്ചയായപ്പോൾ ഞാൻ അവിടെ എത്തി. ട്രെക്കിങ്ങിൻ്റെ തുടങ്ങുന്ന സ്ഥലം. ട്രെക്കിങ്ങിന് ആദ്യത്തെ ഒരു 8 കിലോമീറ്റർ നമ്മൾ ജീപ്പിൽ ട്രക്ക് ചെയ്ത് വേണം പോകാൻ, ജീപ്പ് ട്രക്കിൽ. എന്നിട്ട് വേണം നമ്മൾ ട്രെക്കിങ് നടന്ന് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ജീപ്പിൽ പോവുകയാണെങ്കിൽ പെർ പേഴ്സൺ മിനിമം 600 രൂപയാവെന്ന് പറഞ്ഞു. ഞാൻ ആ പൈസ ലാഭിക്കാൻ വേണ്ടി നടന്നു പോകാൻ തീരുമാനിച്ചു. ഞാൻ അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ജീപ്പ് വരുന്ന കണ്ട്, കുറച്ച് പയ്യന്മാരൊക്കെ ഉള്ളൊരു ജീപ്പ്. ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കുമായിരുന്നു. നല്ലൊരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവർ കൂടെ വരുന്നുണ്ടോ ചോദിച്ചു. ഞാൻ പിന്നെ കയറി. ഞാൻ അവർ ലിഫ്റ്റ് തന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ മേളിലെത്തിയപ്പം ജീപ്പ് ഷെയർ ടാക്സി ആയിരുന്നു ഞങ്ങൾ ചെയ്തത്. ഒരാൾക്ക് 200 രൂപയേ ആയുള്ളൂ. എങ്ങനെ നോക്കിയാലും എനിക്ക് ലാഭം തന്നെയായിരുന്നു. 600 രൂപ ചോദിച്ച സ്ഥലത്ത് ഞാൻ 200 രൂപയിലേ കൊടുത്തുള്ളൂ. പിന്നീട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് തന്നെ ട്രക്ക് സ്റ്റാർട്ട് ചെയ്ത്. ആദ്യത്തെ എനിക്ക് തോന്നുന്നു 1 കിലോമീറ്റർ കുറച്ച് പ്രയാസമായിരുന്നു, ഭയങ്കര സ്റ്റീപ്പൊക്കെ ആയിരുന്നു. പിന്നീട് ഭയങ്കര എളുപ്പമായിരുന്നു. ബാക്കി ഒരു 8 കിലോമീറ്റർ, വൺ സൈഡ് 9 കിലോമീറ്റർ ട്രക്ക് വരുന്നത്. ഒരു ഉച്ച 1 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ആ ട്രക്കിങ്ങിൻ്റെ ബേസ് ക്യാമ്പ് അല്ലെങ്കിൽ ആ സ്പോട്ടിലെത്തി. എനിക്ക് ആ ട്രക്ക് അത്ര വെറുത്തായിട്ട് എനിക്ക് തോന്നിയില്ല. കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് ആ സ്ഥലമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ഞാൻ രാവിലെ 2 പൂരി മാത്രം കഴിച്ചത്. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അവിടെയാണല്ലോ ഫുഡിന് ഭയങ്കര പൈസ. ഒരു സാധാ വെജ് താലിക്ക് 450 രൂപ, താഴത്താണെങ്കിൽ 130 രൂപയ്ക്ക് നല്ല എഗ് ഫ്രൈഡ് റൈസും കിട്ടും. ഞാൻ വിചാരിച്ച് സമയം 1:30 ആയുള്ളൂ, തിരിച്ചിറങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം മേളിൽ നിൽക്കുവാണെങ്കിൽ ഭയങ്കര ചിലവായിരിക്കും എനിക്ക്. ഞാൻ അങ്ങനെ തിരിച്ചിറങ്ങി. ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയതായിരുന്നു. ഞാൻ വിചാരിച്ചു രാത്രി ഒരു 8 മണിയൊക്കെ ആകുമ്പം താഴെ എത്തുന്നായിരുന്നു. ഫോറസ്റ്റ് എന്തായാലും എനിക്കൊരു 5 മണിക്ക് മുമ്പ് കടക്കണം. കാരണം അവിടെയൊക്കെ നേരത്തെ സണ്ണ് സെറ്റാവും. അപ്പം വേഗം നടന്ന് എനിക്ക് തോന്നുന്നു സൂര്യൻ അസ്തമിക്കുന്ന മുമ്പേ കറക്റ്റ് ഒരു 5 മണി ആയപ്പോഴേക്ക് ഞാൻ താഴെ എത്തി. പിന്നീട് എനിക്ക് നാഗാലാൻഡ് വീടേണ്ട സമയമായി. എൻ്റെ അടുത്ത ലക്ഷ്യം മേഘാലയ ആയിരുന്നു. നാഗാലാൻഡിൽ ഞാൻ മേഘാലയയിലോട്ട് ലിഫ്റ്റ് അടിച്ച് പോവുക. അപ്പം നാഗാലാൻഡിൽ നിന്ന് മേഘാലയത്ത് 2 വഴിയുണ്ട്. ഒന്ന് ഗുവാഹട്ടി വഴിയും പോവാം, അല്ലാതെ ഫിഫി വാട്ടർഫോളിൻ്റെ ഒരു വഴിയും പോവാം. അപ്പോൾ ഈ എളുപ്പവഴി എന്ന് പറയുന്നത് ഫിഫി വാട്ടർഫോളാണ്. പക്ഷെ ആ വഴി വണ്ടി പോകുന്നത് ഭയങ്കര കുറവാണ്. എളുപ്പമായതുകൊണ്ട് സമയം ലാഭിക്കാൻ വേണ്ടി ഞാൻ ആ വഴി പോകാൻ ചൂസ് ചെയ്തു. മേഘാലയയിലോട്ട് പോകുന്ന ഫിഫി വാട്ടർഫോൾ ആ വഴി ആയതുകൊണ്ട് തന്നെ എളുപ്പമായിട്ട് ആ വഴി ഞാൻ പകുതി ദൂരം വരെ ഇപ്പോൾ കുടുങ്ങിപ്പോയി.
വണ്ടിയൊന്നും കിട്ടുന്നില്ല, വണ്ടി ഒന്നും പോകുന്നില്ല. നല്ലപോലെ ഞാൻ പേടിച്ച്. ഞാൻ കുറേ നേരം ഇരുന്നപ്പം ഒരു കാറുകാരൻ വരുന്നത് കണ്ട്. കാറുകാരന് ലിഫ്റ്റ് തന്ന്. അപ്പോൾ കാറുകാരുടെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ കാറുകാരും പറഞ്ഞു എന്നോട്, ഈ വഴി അങ്ങനെ ആരും പോകുന്ന വഴിയല്ല, മറ്റേ വഴി എന്നെ പോകണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ്. പുള്ളിക്കാരൻ പിന്നെ എന്നെ സേഫ് ആക്കാൻ വേണ്ടി പുള്ളിക്കാരൻ എനിക്ക് വേണ്ടി ഒരു 30 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് ഒരു സേഫായ സ്ഥലത്ത് പുള്ളിക്കാരനെ എത്തിച്ചു തന്നു. അതിനുശേഷം അവിടുത്തെ ഒരു പോലീസ് സ്റ്റേഷനിൽ എന്നെപ്പറ്റി പറയുകയും അവിടെ എനിക്ക് രാത്രി താമസ സൗകര്യം പുള്ളിക്കാരൻ ഒരുക്കി തന്നു. ആ താമസ സ്ഥലം എന്ന് പറയുന്നത് ബോർഡർ ഏരിയ ആയിരുന്നു, ആസാമും മേഘാലയയും തമ്മിലുള്ള ബോർഡർ ഏരിയ. പക്ഷേ ആ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് പഴയ ഒരു ചെറിയ ബിൽഡിംഗ് ആയിരുന്നു. വെള്ളം വേണമെങ്കിൽ നമ്മൾ കുറച്ച് ദൂരം നടന്നിട്ട് കിണറിൽ പോയി വെള്ളം എടുത്തിട്ട് വേണം വരാൻ. പക്ഷെ ആളും വെള്ളം ഒന്നും ഉണ്ടായിരുന്നില്ല, ചെറിയൊരു കുഞ്ഞു ഗ്രാമങ്ങളും. ഇപ്പോഴും അവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല, സോളാറിലായിരുന്നു ആൾക്കാരൊക്കെ അവിടെ ലൈറ്റ് ഉപയോഗിക്കുന്നത്. ആ ഒരു രാത്രി പോലീസുകാരുടെ ഒപ്പമുള്ള ലൈഫ് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. മലയാളം സിനിമയായ മമ്മൂട്ടിയുടെ ഉണ്ട സിനിമ ഞങ്ങൾ എല്ലാവരും കണ്ടു കാണല്ലോ. ആദ്യത്തെ മമ്മൂട്ടി ജാർഖണ്ഡിൽ പോകുമ്പോൾ താമസിക്കുന്ന ഒരു സെറ്റപ്പ് ആയിരുന്നു ഞാൻ താമസിച്ച ഒരു രാത്രി. പിന്നെ പിറ്റേ ദിവസം രാവിലെ എനിക്ക് ഒരു ടാക്സി പിടിച്ച് ഞാൻ മെയിൻ സിറ്റി എത്തി മേഘാലയയിലെ. പിന്നെ ലിഫ്റ്റ് അടിച്ച് യാത്ര ചെയ്തത് ഫീഫി വാട്ടർഫോളോട്ടായിരുന്നു, മേഘാലയയിലെ ഒരു വൺ ഓഫ് ദി ഫേമസ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. ആ വാട്ടർഫോളൊക്കെ കണ്ടു കഴിഞ്ഞ് എന്നെ തൊട്ട് സൈഡിൽ ഞാൻ കുളിക്കാൻ വേണ്ടി ഇറങ്ങി. അവിടെ ഞാൻ വലിയൊരു അപകടം കണ്ടത്. അവിടെ ഞാൻ ചെറിയൊരു പൊത്ത് കണ്ട്. ഞാൻ വെറുതെ കമ്പിട്ട് നോക്കി, ചെറിയൊരു കമ്പ്. അതാ ഞാൻ അതിൽ മുങ്ങിപ്പോയി. ഞാൻ എന്താക്കി, എൻ്റെ അത്രയും സൈസല്ല ഒരു വലിയൊരു കമ്പ് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് അത് ഞാൻ മുക്കി നോക്കുമ്പോൾ അത് ഇനിയും പോകുന്നുണ്ട്. അതിന് എത്ര ആളുണ്ടെന്ന് എനിക്ക് പ്രിഡിക്റ്റ് പോലും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു കാര്യം ഉറപ്പായിരുന്നു, ഞാൻ ആ പൊത്തിൽ വീണ ഞാൻ മുങ്ങി മരിക്കുന്നു 100% ഉറപ്പായിരുന്നു. കാരണം ആ ഏരിയയിൽ ആൾക്കാരില്ല, ഒരു ബോർഡ് വെച്ചിട്ടില്ല, ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഈ ഒരു അപകടം സാധ്യത ഞാൻ കണ്ട് മനസ്സിലാക്കിയിട്ട് ഞാൻ അങ്ങനത്തെ 3-4 പൊത്തുകളും ഉണ്ടായിരുന്നു അവിടെ. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ട്. ആ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ നല്ലപോലെ വൈറലായി. ഏകദേശം 46 ലക്ഷം പേരാണ് ആ വീഡിയോ കണ്ടത്. കുറേ പേര് എന്താണ് ഈ പോത്ത് ഹോൾസ് എന്ന് പറഞ്ഞിട്ടും ഒക്കെ ആയിട്ട് നല്ല എക്സ്പ്ലെയിൻ ചെയ്ത് കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് എൻ്റെ യാത്ര തുടർന്നത് ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിലോട്ടായിരുന്നു. എനിക്ക് ബംഗ്ലാദേശ് രാജ്യത്ത് കയറണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ബോർഡർ വരെ പോയി ചോദിച്ചു നോക്കി ഞാൻ, എനിക്ക് കയറാൻ പറ്റുമോ, ബംഗ്ലാദേശിൽ കയറാൻ എന്തൊക്കെയാണ് പ്രൊസീജിയർ എന്നൊക്കെ. അവിടെ വിസ നിർബന്ധമായിരുന്നു. വിസ എടുക്കാനും ടൈമും ഇല്ല. എന്തായാലും കയറാൻ എനിക്ക് അങ്ങനെ ഫണ്ടും കളയാനില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. പിന്നീട് ഞാൻ പോയത് ഏഷ്യാസ് ക്ലീനസ്റ്റ് വില്ലേജ് എന്നറിയപ്പെടുന്ന മൗണ്ട് ലോണിംഗ് വില്ലേജിലോട്ടായിരുന്നു. അങ്ങോട്ട് പോകുന്ന വഴി കുറച്ച് ദൂരം കൂടുതലായിരുന്നു. കുറച്ച് ദൂരം പോയപ്പോൾ രാത്രിയായി. ഒരു 6 മണി 6:30 ആയപ്പോഴേക്കും അവിടെ ഇരുട്ടായി ഉണ്ടായിരുന്നു. പിന്നീട് എനിക്ക് വണ്ടിയൊന്നും കിട്ടാത്ത സ്ഥലത്തും കുടുങ്ങിപ്പോയി, ഒരു ഫോറസ്റ്റ് പോലത്തെ സ്ഥലത്ത്. പിന്നെ കുറച്ച് നടന്നപ്പോൾ ഒരു ചെറിയൊരു ചായപ്പീടിയ കണ്ട്. അപ്പം ഞാൻ ആ ചായപ്പീടിയക്കാരാണ് പറഞ്ഞു, എനിക്ക് മൗണ്ട് ലോണിംഗ് വില്ലേജാണ് പോകണ്ടേ, വണ്ടി വല്ലതും കിട്ടുമെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഈ വഴി ടൂറിസ്റ്റുകൾ മാത്രമേ പോവുള്ളൂ, വണ്ടി കിട്ടാൻ ഭയങ്കര പാടാന്ന് പറഞ്ഞു. ഞാൻ പെട്ടുപോയെന്നാണ് ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചത്. ഒരു 1/2 മണിക്കൂറോളം അവിടെ ഇരുന്നപ്പം അവിടെ ഒരു ടൂറിസ്റ്റ് വണ്ടി വന്ന്, ഒരു ജീപ്പ്. അപ്പം ആ ചായപ്പീടിയക്കാരൻ എന്നെപ്പറ്റി എൻ്റെ കാര്യം ആ ഡ്രൈവറോട് പറഞ്ഞു. അപ്പോൾ ഡ്രൈവർ പറഞ്ഞു, വണ്ടിയുടെ അകത്ത് സ്ഥലമില്ല, പിന്നെ ഗസ്റ്റുകളാണ്, അപ്പോൾ വണ്ടിയുടെ അകത്ത് കയറ്റുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയാൻ മനസ്സിലായി, എന്നാൽ എന്തെങ്കിലും വഴി ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു, വണ്ടിയുടെ മേളിൽ ഇരിക്കാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ ഇരിക്കാൻ റെഡിയാണെന്നും പറഞ്ഞു. ഏകദേശം 10 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ, രാത്രിയായി. എന്തായാലും ആ വണ്ടി കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഞാൻ ഒരു വണ്ടി കിട്ടില്ലെന്ന് ഉറപ്പാണ്. കാരണം ആ റൂട്ടിൽ വണ്ടിയൊക്കെ ഭയങ്കര കുറവാണ്. ഞാൻ അങ്ങനെ ആ ജീപ്പിൻ്റെ മേളിൽ കയറി ബാഗൊക്കെ ഊരി സേഫാക്കി വെച്ച് 2 കൈയും പിടിച്ച് ഒരു 10 കിലോമീറ്റർ കാട്ടിക്കൂടെ ഇരുട്ടത്തൂടെ പോയി. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ആ വഴി കൂടെ പോകുന്നത്. അങ്ങനെ രാത്രി ആയപ്പോഴേക്കും വില്ലേജിലെത്തി. വില്ലേജ് രാത്രി ആയതുകൊണ്ടൊന്നും അങ്ങനെ കാണാൻ സമയമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ അവിടുത്തെ ഒരു ഹോം സ്റ്റേൻ്റെ അടുത്ത് ചോദിച്ചു നോക്കി, രാത്രി ക്യാമ്പ് അടിക്കാൻ ചോദിച്ചു നോക്കി. പുള്ളിക്കാരൻ്റെ വീട്ടിൽ മേളിൽ എനിക്ക് സ്ഥലം ഒരുക്കി തന്നു ടെൻ്റ് അടിക്കാൻ. ഞാൻ അവിടെ ടെൻ്റ് അടിച്ചു. പിന്നെ ഫുഡൊക്കെ കഴിച്ചു വന്ന് കടന്നുറങ്ങി. രാത്രി ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഭയങ്കര ഇടിയും മഴയൊക്കെ ആയിരുന്നു. എൻ്റെ ടെൻ്റാണ് ഇങ്ങനെ കടന്ന് പറക്കുക. ഞാൻ വല്ലാണ്ട് പേടിച്ചു പോയി. ഞാൻ പേടിച്ച് ടെൻ്റ് കീറുമോന്നോ വെള്ളമൊക്കെ അകത്ത് കയറുമോ എന്നൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ പേടിച്ചു പോയി. പക്ഷെ ടെൻറ്റിൻ്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റി ആയതുകൊണ്ട് ടെൻറ്റ് കീറിയിട്ടും ഇല്ല, വെള്ളം അകത്ത് വീണിട്ടും ഇല്ല. ഭയങ്കര ഇടിയും മഴ കഴിഞ്ഞാൽ ഭയങ്കര ഇടിയും മഴയായിരുന്നു. ഞാൻ വല്ലാണ്ട് പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു ആ രാത്രി. പിന്നെ പിറ്റേ ദിവസം രാവിലെയായി, ടെൻ്റൊക്കെ വേഗം ഉണങ്ങിയും കിട്ടി. പിന്നെ പാക്ക് ചെയ്ത് എൻ്റെ അടുത്ത യാത്ര ചിറാപുഞ്ചിയിലോട്ടായിരുന്നു. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലം ചിറാപുഞ്ചി. അങ്ങനെ ഞാൻ ചിറാപുഞ്ചിയിലോട്ട് പോകുന്ന വഴിക്ക് ഒരു 3 ആസാമെന്ന് പറഞ്ഞൊരു ഏട്ടന്മാരെ കണ്ട്. അവരുടെ ഒപ്പമായിരുന്നു എൻ്റെ അടുത്ത യാത്ര ചിറാപുഞ്ചി വരെ. ചിറാപുഞ്ചി എത്തി. അപ്പോൾ എൻ്റെ ഫസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് നൊക്കാലിക്ക എന്ന് പറഞ്ഞൊരു വാട്ടർഫോൾസിലോട്ടായിരുന്നു. ഞാൻ അങ്ങോട്ടേക്ക് ലിഫ്റ്റ് അടിക്കാൻ നോക്കി. ഒരു 5 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ആ റൂട്ട് ഭയങ്കര കുറവായിരുന്നു വണ്ടിയൊക്കെ പോകുന്നത്. ഞാൻ പിന്നെ 5 കിലോമീറ്റർ നടന്ന് തന്നെ പോകേണ്ടി വന്നു. നടന്ന അവസാനം വാട്ടർഫോൾ എത്തുകയും
50 രൂപ ടിക്കറ്റ് എൻട്രി കൊടുത്ത് വാട്ടർഫോൾ കാണുകയും ചെയ്തു. താഴത്ത് എത്തിയപ്പോൾ ഒരു കപ്പിളിനെ കണ്ട്. അപ്പോൾ ഇവർ ചോദിച്ചു വേർഡ് ഫ്രം, അപ്പോൾ ചോദിച്ചു ഞാൻ കേരള പറഞ്ഞു. അപ്പം മലയാളിയാ ചോദിച്ചു. ഒരു ഹണിമൂണിന് വന്ന കപ്പിളായിരുന്നു, കോഴിക്കോട് നിന്ന് വന്ന ഒരു ഹണിമൂൺ കപ്പിള്. പിന്നീട് ആ കപ്പിൾസിൻ്റെ ഒപ്പം ഞങ്ങൾ അടുത്ത സ്പോട്ടിലോട്ട് പോയി. അത് വൈസഡാങ് വാട്ടർഫോൾ ആയിരുന്നു. സത്യത്തിൽ വൈസഡാങ് വാട്ടർഫോൾ അന്ന് ക്ലോസ് ആയിരുന്നു മേഘാലയയിൽ, എന്തോ ലാൻഡ് ഡിസ്പ്യൂട്ട് കാരണം, 2 ട്രൈബൽസ് കാരണം. പക്ഷെ ആ വാട്ടർഫോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആ വാട്ടർഫോൾ ആയിരുന്നു, ഞാൻ ഫോട്ടോസൊക്കെ കണ്ടുകൊണ്ട്. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു നമുക്ക് ചാടിക്കടന്ന് പോവാം, എൻ്റെ ചേട്ടന്മാർ കുറച്ച് ഫ്രണ്ട്സായ ചേട്ടന്മാരൊക്കെ അത് പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവരെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് പുഷ് ചെയ്ത് ഞങ്ങൾ 3 പേരും കൂടി ചെറിയൊരു ഗേറ്റൊക്കെ ചാടി ആ വാട്ടർഫോളിൽ പോയി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്യാതെ തിരിച്ച് ഞങ്ങൾ കയറി വന്ന്. ആ വാട്ടർഫോൾ ഞാൻ മിസ്സാക്കിയാൽ എനിക്ക് പിന്നെ നല്ല സങ്കടമാകുമായിരുന്നു. എനിക്ക് ആ കപ്പിൾസിനോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയാനില്ല. പിന്നീടല്ല എൻ്റെ അടുത്ത യാത്ര എന്ന് പറയുന്നത് കാങ്ടോങ് വില്ലേജിലോട്ടായിരുന്നു. മേഘാലയയിൽ തന്നെയല്ല കാങ്ടോങ് വില്ലേജ്. ആ ഒരു വില്ലേജ് വരുന്നത് വിസിലിംഗ് വില്ലേജ് എന്ന ആ വില്ലേജിൽ അറിയപ്പെടുന്നത്. കാരണം ആ വില്ലേജിലെ ആൾക്കാർക്ക് പേരില്ല, പേരുണ്ടേ പോലും അവർ വിളിക്കുന്ന ഓരോ വിസിൽ സൗണ്ട് വെച്ചാണ്. കാരണം അമ്മമാരാണ് സ്വന്തം മക്കൾക്ക് പേരിടുന്നത്. പേര് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് വിസിലാണ് പേരിടുന്നത്. അങ്ങനെ രാത്രി കഴിയുമ്പോൾ ഞങ്ങൾ വില്ലേജ് എത്തി. ഈ കപ്പിള് താമസിക്കുന്ന റിസോർട്ട് പോലത്തെ ചെറിയൊരു ഹോം സ്റ്റേ ആയിരുന്നു. ഞാൻ അവിടെ തന്നെ ടെന്റ് അടിച്ച് പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ഞങ്ങൾ വില്ലേജൊക്കെ കാണാൻ പോയി. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അങ്ങനെ ഞങ്ങൾ കാങ്ടോങ് വില്ലേജിൽ നിന്ന് വാ മയോർ ഒരു ട്രക്ക് ഉണ്ട്. ഒരു 1 സൈഡ് 3 മണിക്കൂർ ട്രക്ക്. ആ ട്രക്ക് എന്താണെന്ന് വെച്ചാൽ ഹയസ്റ്റ് ലിവിങ് റൂട്ട് ബ്രിഡ്ജും പിന്നെ ഒരു ക്രിസ്റ്റൽ ക്ലിയർ പൂൾ പോലത്തെ സ്ഥലമായിരുന്നത്. ഞങ്ങളങ്ങനെ ആ ട്രക്കിങ്ങിന് സ്റ്റാർട്ടിംഗ് പോയിന്റ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കുറച്ച് കഷ്ടപ്പാടായിരുന്നു. എങ്ങനെയൊക്കെയോ ഞങ്ങൾ ലോക്കൽസിനോട് ചോദിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റ് കണ്ടുപിടിച്ച്. സ്റ്റാർട്ടിംഗ് പോയിന്റ് കണ്ടുപിടിച്ചാൽ പിന്നെ അതിൻ്റെ എൻഡ് വരെ വഴിയുണ്ട്. ഞങ്ങൾ പിന്നെ ആ വഴി കൂടെ നടന്ന് പോകുന്ന വഴിയൊക്കെ നല്ല വഴിയൊക്കെ ആയിരുന്നു. ആദ്യമൊക്കെ ചെറിയൊരു വ്യൂ പോയിന്റ് പോലെ വഴിയും പിന്നെ ചെറിയൊരു വില്ലേജും പിന്നെ മറ്റേ ബാംബൂസ് ആണോ ഈ ചൂടാണോ അറിയില്ല, ഈ രണ്ടിൻ്റെയും ഇടയിൽപ്പെട്ട എന്തോ ഒരു വൃക്ഷങ്ങളെല്ലാം എൻ്റെ ഇടയിൽ കൂടെയുള്ള വഴി കൂടെയും നല്ല രസമുള്ള വഴി കൂടെ ഞങ്ങൾ ഇങ്ങനെ ട്രക്ക് ചെയ്ത് അങ്ങനെ അവസാനം ഞങ്ങൾ എത്തി. ഒരു 3 മണിക്കൂർ ട്രക്കാണ് ഞങ്ങൾ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഇന്ത്യയിൽ തന്നെ ഹയസ്റ്റ് ലിവിങ് റൂട്ട് ബ്രിഡ്ജ് ഞങ്ങൾ കണ്ട്. ഞാൻ ആ ബ്രിഡ്ജിൻ്റെ കയറാൻ നോക്കിക്കാം, പക്ഷെ അത് തീരെ സേഫ് ആയിരുന്നില്ല. കാരണം ആ ബ്രിഡ്ജ് ഭയങ്കര വീക്കായിരുന്നു. ഞാൻ പകുതി നടന്ന് തിരിച്ച് ബാക്കോട്ട് തന്നെ വന്ന്. പിന്നെ ഞങ്ങൾ താഴത്തെ കുളിക്കാതെ വെള്ളമായി നടക്കുക, ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ. ഞങ്ങൾ ആ വെള്ളത്തിൽ കുളിച്ച് കുറച്ച് നേരമൊക്കെ ടൈം സ്പെൻഡ് ചെയ്ത് പിന്നെ ഞങ്ങൾ തിരിച്ച് കയറി. ഇനി ഒരു 2 മണിക്കൂർ ഞങ്ങൾ ട്രക്ക് ചെയ്തപ്പോൾ വെളിച്ചം പോയി, പിന്നെ ഇരുട്ടായി. പിന്നെ ഞങ്ങൾ ഫ്ലാഷൊക്കെ ഓണാക്കിയിട്ടാണെങ്കിലും ഞങ്ങൾ എത്തി. പിന്നെ ഞങ്ങൾ കാറിൽ കയറി അവർ താമസിക്കുന്ന സ്ഥലത്താണ് ഞാൻ അവരുടെ ഒപ്പം പോയി. അവർ താമസിച്ച സ്ഥലത്ത് ഞാൻ ടെൻറ്റ് അടിച്ച് ഞാൻ കടന്നുറങ്ങി. പിന്നീട് ഞാൻ എവിടെ പോകും ഒരു പ്ലാനില്ലാതെ ഇരിക്കുമ്പോഴാണ് തമിഴ്നാട് രജിസ്ട്രേഷൻ ഒരു ഫോർച്യൂണർ കാറ് കാണുന്നത്. ഞാൻ ആ കാറിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ 4 ഏട്ടന്മാരെ കണ്ട്. ഞാൻ തമിഴിൽ ചോദിച്ച് അണ്ണാ നിങ്ങൾ തമിഴാ? അപ്പോൾ ആമട എന്നൊക്കെ പറഞ്ഞ് എവിടെ ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ പോയി മിണ്ടി. ഇവർ 4 പേരും തമിഴ്നാട്ടിൽ നിന്ന് കോയമ്പത്തൂരിൽ നിന്ന് ഫോർച്യൂണർ കാർ ഓടിച്ച് വരുമായിരുന്നു നോർത്ത് ഈസ്റ്റ്. പിന്നെ ഞങ്ങൾ ഇവരുടെ ഒപ്പം ഷിലോങ്ങിലോട്ട് പോയി. അന്ന് രാത്രി ഇവരോടൊപ്പം താമസിച്ച് ഇവർ പിന്നെ നാട്ടിലോട്ട് പോകാനാണ് ഇവരുടെ പ്ലാൻ. എനിക്കാണെങ്കിൽ ഭൂട്ടാന് പോകാനും. അപ്പോൾ ഇവർ പോകുന്ന വഴിക്ക് എന്നെ ആക്കി തരാമെന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 800-700 കിലോമീറ്ററെങ്കിലും ഇവരെനിക്ക് ലിഫ്റ്റൊക്കെ തന്ന് അങ്ങനെ ആക്കി തന്ന് ജേഗോൻ എന്നൊരു ബോർഡർ ഉണ്ട്, ഭൂട്ടാൻ കയറുന്ന ബോർഡർ. ജേഗോനിൽ നിന്ന് ഒരു 50 കിലോമീറ്റർ മാറി ഹസിമാര എന്ന സ്ഥലത്ത് ഇവരെന്നെ ആക്കി തന്ന്. ഞാൻ യാത്ര ചെയ്യുന്നത് ഇത്തരം കഷ്ടപ്പെട്ടാണെന്നും ഭയങ്കര ബഡ്ജറ്റൊക്കെ ചുരുക്കാന്നൊക്കെ അറിഞ്ഞപ്പം പോവാൻ നേരത്ത് ഈ 4 ഏട്ടന്മാർ എനിക്ക് 2000 രൂപ തന്നു. വെച്ചോളാൻ പറഞ്ഞു. ഞാൻ കുറേ പറഞ്ഞു വേണ്ട ഏട്ടാ സീനില്ല, പക്ഷെ അവർ തന്നുകയും ചെയ്ത് സന്തോഷത്തിന് പുറത്ത് തരുകയും ചെയ്തു. എനിക്ക് ആ പൈസ ആവശ്യം തന്നെയായിരുന്നു ആ ടൈമിന്. കാരണം വീട്ടിലേക്ക് എനിക്ക് ചോദിക്കാനും ഇല്ല, എന്തായാലും ഫണ്ട് എന്തെങ്കിലും കുറവായിരുന്നു. എനിക്ക് ഭയങ്കര ആശ്വാസം തന്നെയായിരുന്നു ആ ഏട്ടന്മാർ എനിക്ക് ആ ഫണ്ട് തന്നത്. പിന്നെ ഞാൻ അന്ന് രാത്രി ഒരു പെട്രോൾ പമ്പിൽ കടന്നു തുടങ്ങി. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ഭൂട്ടാൻ കയറി. ഭൂട്ടാനിൽ എന്താ ഇഷ്യൂ എന്ന് വെച്ചാൽ ഇന്ത്യക്കാർക്ക് ഭൂട്ടാനിൽ ഒരു ദിവസം വിസ ഫ്രീ ആണ്. പിന്നീട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ വിസയും കൊടുക്കണം, പെർ ഡേ 1200 രൂപ വെച്ച് കൊടുക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണണമെങ്കിൽ നമ്മുടെ ഒപ്പം ഗൈഡും വേണം, പെർമിറ്റും വേണം. ഞാൻ എന്തായാലും 1 ഡേ ഫ്രീ വിസയിൽ കയറി. ഞാൻ ഭൂട്ടാനിൽ കയറാൻ മെയിൻ കാരണം അവിടുത്തെ ഒരു മൊണാസ്ട്രി ഉണ്ട്, ടൈഗേഴ്സ് നെസ്റ്റ് എന്ന് പറഞ്ഞൊരു മൊണാസ്ട്രി. അത് കാണാൻ വേണ്ടിയാണ് എനിക്ക് മെയിൻ ആഗ്രഹം. പക്ഷെ അങ്ങോട്ട് പോക്ക് ഗൈഡില്ലാതെയും പെർമിറ്റ് ഇല്ലാതെയും നടക്കില്ല എന്ന്
ബോർഡർ കയറിയപ്പോൾ തന്നെ പറഞ്ഞു. നല്ല സങ്കടം ഉണ്ടായിരുന്നു. എന്നാൽ പോലും ഞാൻ ഭൂട്ടാനിലെ കാണാൻ പറ്റുന്നത്രയും സ്പോട്ടുകളുണ്ട്. കുഞ്ഞു കുഞ്ഞു അമ്പലവും കുഞ്ഞു കുഞ്ഞു മൊണാസ്ട്രിയും പിന്നെ അവിടുത്തെ സ്ട്രീറ്റൊക്കെ കണ്ട് നല്ല രസം തന്നെയായിരുന്നു അവിടുത്തെ സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ. അവിടുത്തെ ആൾക്കാരുടെ ഡ്രസ്സിങ് ആണെങ്കിലും വേറെ തന്നെ ഒരു കൾച്ചറാണ്. അതൊക്കെ കണ്ട് ഒരു കുറേ വീഡിയോസൊക്കെ എടുത്ത് ഞാൻ തിരിച്ച് ഇന്ത്യയിലോട്ട് തന്നെ കയറി. ഇന്ത്യയിലോട്ട് കയറിയിട്ട് എൻ്റെ അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് സിക്കിം പോകാനായിരുന്നു. സിക്കിമിലോട്ട് ലാൻഡ് സ്ലൈഡ് ആണെന്നും പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ ആൾക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ എന്തായാലും പോയി നോക്കാം എന്ന ശ്രമത്തിൽ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ചില വഴിയൊക്കെ ലാൻഡ് സ്ലൈഡ് കാരണം റോഡൊക്കെ ഇടിഞ്ഞ് കിടക്കുന്നത് കാണാം. ഭയങ്കര ബ്ലോക്കുമായിരുന്നു. എനിക്കൊരു 2 വീലറിലായിരുന്നു ലിഫ്റ്റ് കിട്ടിയത്. അതുകൊണ്ട് ആ ബ്ലോക്കൊക്കെ ഓവർടേക്ക് ചെയ്ത് വേഗം എത്താൻ എന്നെ കൊണ്ട് പറ്റി. ഞാൻ അങ്ങനെ രാത്രി കഴിയുമ്പോഴും ഗാങ്ടോക്ക് എത്തി. അപ്പോൾ 2 വീലർകാരൻ തന്നെ എനിക്കൊരു സ്റ്റേയും ഒരുക്കി തന്നു. പിറ്റേ ദിവസം രാവിലെ ഗാങ്ടോക്ക് സിറ്റി കാണാൻ വേണ്ടി പോകാൻ നിന്ന്. ഭയങ്കര പ്രയാസമാണ് ലിഫ്റ്റ് കിട്ടാൻ. കാരണം അവിടെ ട്രാഫിക് റൂൾസ് ഭയങ്കര സ്ട്രിക്റ്റാണ്. അവിടെ തന്നെ സിക്കിമിൽ ആ ടൈമിൽ എന്തോ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ കുറേ നേരം ലിഫ്റ്റ് മേടിക്കാൻ കഷ്ടപ്പെട്ടിരിക്കുമ്പോൾ ഒരു വണ്ടി നിർത്തി. അതൊരു ടാക്സി കാറായിരുന്നു. ഞാൻ പേടിച്ചു പോയി. ഇനി ഒരു പൈസ മേടിക്കുക ചോദിച്ചു. എന്തായാലും കയറാൻ അയച്ചാൽ ഞാൻ വണ്ടി കയറി. അപ്പോൾ നോക്കുമ്പോൾ ഒരു അമ്മയായിരുന്നു, എൻ്റെയൊക്കെ അമ്മയുടെ പ്രായമുള്ളൊരു അമ്മ. ഞാനും ആ അമ്മയും കുറേ സംസാരിച്ച് എൻ്റെ ലൈഫും ഞാൻ ഇവിടെ നിന്ന് വരുന്നത് അങ്ങനെ കുറേ സംസാരിച്ച് കൂടിപ്പോയി ഒരു 15 മിനിറ്റ് ഞങ്ങൾ കാറിൽ നിന്ന് സംസാരിച്ച് കാണുള്ളൂ. പിന്നെ ഞാൻ ഇറങ്ങേണ്ട സ്പോട്ട് എത്തി. അപ്പോൾ ഇറങ്ങാൻ നേരത്ത് അമ്മ കൈ കാണിക്കാൻ പറഞ്ഞു. പക്ഷെ ഞാൻ ഷേക്കാൻ്റെ കൊടുക്കാൻ. അപ്പോൾ ഷേക്കാൻ്റെ പോലെ കൈ കൊടുത്തപ്പോൾ പൈസ ചുരുട്ട് കൂട്ടിച്ച് എൻ്റെ കയ്യിൽ ഇങ്ങനെ വെച്ച് തന്നു. ഞാൻ വേണ്ട ഞാൻ കൊടുത്തേ. വെച്ചോ നന്നായിട്ട് ഫുഡ് കഴിക്കണം, ഇങ്ങനെ റിസ്ക് എടുത്ത് യാത്ര ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ആ അമ്മ പോയി. ആ അമ്മയുടെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ആ അമ്മ ഒരു ഡോക്ടറാണ് എന്ന് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അമ്മയുടെ ഫോൺ നമ്പർ ഇല്ല, ഒന്നുമില്ല എൻ്റെ കയ്യിൽ. പിന്നെ ഞാൻ പൈസ തുറന്നു നോക്കുമ്പോൾ 2500 രൂപ ഉണ്ടായിരുന്നു. ആ ടൈമിൽ എനിക്ക് എൻ്റെ അമ്മ കേരളത്തിലെ എൻ്റെ അമ്മ എനിക്ക് ഇവിടെ വന്ന് തന്ന പോലെയായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു ഫീൽ വന്നത്. എനിക്ക് കണ്ണൊക്കെ നിറഞ്ഞു പോയി എനിക്ക് ആ ഒരു മൊമെന്റ്. പിന്നീട് ഞാൻ സിക്കിമിലെ ലോക്കൽ സൈറ്റ് സീയിങ് ഒക്കെ കണ്ട് ഗാങ്ടോക്കും അവിടുത്തെ മൊണാസ്ട്രി ഒക്കെ കണ്ട് എൻ്റെ അടുത്ത യാത്ര ഡാർജിലിങ്ങിലോട്ടായിരുന്നു. ലിഫ്റ്റ് അടിച്ച് വൈകുന്നേരം ആയപ്പോഴേക്കും ഡാർജിലിംഗ് എത്തി. ഡാർജിലിംഗ് ഞാൻ എത്തി. അവിടെ ഒരു ഹിഡൻ മങ്കി ഹോസ്റ്റലിൽ എനിക്ക് ഫ്രീ സ്റ്റേ കിട്ടി. ഞാൻ അവർക്ക് വീഡിയോ ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു. ഞാൻ നല്ല വീഡിയോസൊക്കെ എടുത്തു കൊടുത്ത് ഒരു ദിവസം സ്റ്റേ ഫ്രീയും കിട്ടി. ഡാർജിലിങ്ങിലെ ടോയ് ട്രെയിനൊക്കെ കണ്ട് അതൊക്കെ വീഡിയോസൊക്കെ എടുത്ത് പിന്നീട് ഞാൻ പോയത് HMI എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു, ഹിമാലയൻ മൗണ്ടൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡാർജിലിങ്ങിലെ. അവിടെ പോയപ്പം എല്ലാവർക്കും അത് ക്ലിക്ക് ആവണമെന്നില്ല. എനിക്ക് ഈ മൗണ്ടൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഈ മൗണ്ട് എവറസ്റ്റ് ആദ്യമായിട്ട് കയറിയ ടെൻസിങ് നോർഗയുടെ ശവകുടീരവും പിന്നെ ആദ്യമായിട്ട് മൗണ്ട് എവറസ്റ്റ് കയറിയ സ്ത്രീകൾ, ഇന്ത്യയിൽ നിന്ന് കയറിയ ആദ്യ സ്ത്രീകളുടെ ഉപയോഗിച്ച സാധനങ്ങളും ഒക്കെ നമുക്ക് അതിൻ്റെ അകത്ത് കാണാമായിരുന്നു. അങ്ങനെ ഡാർജിലിങ്ങിൻ്റെ ലോക്കൽ സൈറ്റ് സീയിങ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത പ്ലാൻ നേപ്പാളായിരുന്നു. നേപ്പാളിൽ അന്നപൂർണ ബേസ് ക്യാമ്പ് ആയിരുന്നു എൻ്റെ മെയിൻ ലക്ഷ്യം. ഞാൻ അങ്ങനെ ഡാർജിലിംഗിൽ നിന്ന് നേരെ ന്യൂ ജൽപൈഗുരിയിൽ നിന്ന് നേരെ ബീഹാറിൽ നിന്ന് നേരെ യുപിയിലെ ഗോരഖ്പൂർ നേരെ സൊനോളി ബോർഡർ എത്തി. രാത്രിയായി. ബോർഡറിൽ തന്നെ ഞാൻ രാത്രി കടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് പൊക്കാരയിലോട്ട് പോയി. പൊക്കാര എത്തി. അന്നത്തെ രാത്രിയും അവിടെ കടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് പെർമിറ്റ് ഓഫീസിൽ പോയി. ആ ടൈമിൽ എന്താ മെയിൻ ഇഷ്യൂ എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ആകപ്പാടുണ്ടായിരുന്ന നേപ്പാളി പൈസ 6000 രൂപയായിരുന്നു. 6400 സംതിങ് നേപ്പാളി. ഇന്ത്യൻ റുപ്പി 4000 രൂപ. ഞാൻ ഈ 6400 രൂപയിൽ 1000 രൂപ തന്നെ പെർമിറ്റിനായി, അന്നപൂർണ ബേസ് ക്യാമ്പിൻ്റെ പെർമിറ്റ്. ഞാൻ പിന്നെ അവിടുന്ന് ഗാന്ദർബലിലേക്ക് ബസ് പിടിച്ചു. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഗാന്ദർബൽ എത്തി. പിന്നെ കുറച്ച് ദൂരം ട്രക്ക് ചെയ്തു. എനിക്ക് തോന്നുന്നു ഒരു 3 കിലോമീറ്റർ ട്രക്ക് ചെയ്തപ്പോൾ ഒരു വില്ലേജ് പോലെ സ്ഥലത്തെത്തി. സൺസെറ്റൊക്കെ ആയി. ഞാൻ പിന്നെ അവിടെ ക്യാമ്പ് അടിക്കാൻ തീരുമാനിച്ചു, ടെൻ്റ് അടിക്കാൻ. അങ്ങനെ ടെൻ്റ് അടിച്ച് ഇതാക്കുമ്പോൾ ഒരു ദീദി വന്ന്. ദീദി എന്ന് പറയാൻ പറ്റില്ല, നല്ല പ്രായമുണ്ട് ആ ദീദിക്ക്, ഒരു 60 വയസ്സിങ്ങനെ ഉണ്ടാവും. അങ്ങനെ ആ ദീദിയും തമിഴ്നാട്ടിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് തമിഴൊക്കെ പറയുന്ന കേട്ട് ഞാൻ സാപ്പിട്ടയാ അങ്ങനത്തെ ഒക്കെ ചോദിച്ചൊക്കെ ചെയ്തു എന്നോട്. എൻ്റെ കയ്യിൽ ഞാൻ ഫുഡ് ഫുള്ളും ക്യാരി ചെയ്യായിരുന്നു ഞാൻ ചെയ്തത്. ബ്രെഡും ബട്ടറും പിന്നെ കുറച്ച് നട്ട്സും പിന്നെ കുറച്ച് സ്നിക്കേഴ്സും പിന്നെ കുറച്ച് ബിസ്ക്കറ്റും, ഇത് മാത്രമാണ് എൻ്റെ ബാഗിലുണ്ടായിരുന്നത്. ഞാനൊരു 5 ദിവസം കണക്ക് കൂട്ടി 5 ദിവസത്തേക്കുള്ള ഫുഡായിട്ട് ഇതൊക്കെയാണ് കരുതിയത് ഞാൻ. അപ്പോൾ ആ ദീദി പറഞ്ഞ് ഞാൻ ബ്രെഡൊക്കെ കഴിക്കുന്ന കണ്ടപ്പോൾ ദീദി എനിക്ക് ചായയും ചിക്കൻ കറിയൊക്കെ തന്നു. ഞാൻ പിന്നെ ചായയും ചിക്കൻ കറിയും ബ്രെഡൊക്കെ കൂട്ടി കഴിച്ച്. പിന്നെ അതൊരു ഹോം സ്റ്റേ ആട്ടോ, എന്ന് വെച്ചാൽ താമസമുണ്ട്, ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ മെനു ഞാൻ വെറുതെ നോക്കിയപ്പോൾ ചായക്ക് 150 രൂപ എന്നൊക്കെ കാണിച്ച്. ആ ദീദിയെ നല്ല കള്ളൊക്കെ കുടിച്ച് നല്ലൊരു ഫിറ്റിലിരിക്കുകയായിരുന്നു. ഞാൻ പേടിച്ചു കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ പൈസ ചോദിക്കുമെന്ന്. പിന്നീട് എനിക്ക് ഡാറു വേണമൊക്കെ ചോദിച്ചു. ഡാറു എന്ന് വെച്ചാൽ നേപ്പാളത്തെ ലോക്കൽ വാറ്റാണ്, ഈ ജാതിക്കൊക്കെ ഇട്ട് വാറ്റിയ വാറ്റ്. അപ്പോൾ എനിക്കത് കൊണ്ട് തന്നു. ഞാൻ എന്താക്കി അതൊരു വീഡിയോ ഒക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ റീലൊക്കെ ഇട്ട്. പുള്ളിക്കാരി അത് കുടിക്കി പറഞ്ഞ് ഇങ്ങനെ നിർബന്ധിക്കുക. എനിക്കാണെങ്കിൽ പേടിയായിരുന്നു. ഞാൻ പിന്നെ സിപ്പ് കുടിച്ചപ്പോൾ എന്നെ ഇതൊക്കെയായി, തലയൊക്കെ താവുന്നത് ഇങ്ങനെയൊക്കെ ആവുന്നു. ഞാൻ പിന്നെ അവിടെ എങ്ങനെയൊക്കെയോ പറഞ്ഞ് പുള്ളിക്കാരെ കൊണ്ട് സമ്മതിപ്പിച്ച് ഞാൻ
കുടിക്കാതിരുന്നു ഞാൻ പിന്നെ കടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെയൊക്കെ ആകുമ്പോൾ എണീറ്റ് പുള്ളിക്കാരി പറയാതെ തന്നെ ചായ കുടിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ ചായയും കുടിച്ച്. ഞാൻ പൈസ ചോദിക്കുന്ന അപ്പോഴും എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരി ചോദിച്ചൊന്നുണ്ടായിരുന്നില്ല. നല്ലൊരു ആൻറ്റി തന്നെയായിരുന്നു അത്. പിന്നെ ഞാൻ താറ്റയൊക്കെ പറഞ്ഞ് ഞാൻ ട്രക്ക് സ്റ്റാർട്ട് ചെയ്ത് രാവിലെ ഒരു 7 മണി 8 മണി ആ സമയത്ത്. ഗാന്ദൂർക്ക് വില്ലേജിൽ നിന്ന് അന്നപൂർണ ബേസ് ക്യാമ്പിലോട്ട് ട്രക്ക് ചെയ്യാൻ 2 വഴിയുണ്ട്. ഒന്ന് ഭയങ്കര പ്രയാസമുള്ള വഴിയും പക്ഷെ നീളം കുറവാണ്. മറ്റേത് എളുപ്പ വഴി പക്ഷെ ഭയങ്കര ഡ്യൂറേഷൻ കൂടുതലാണ്. അപ്പം ഞാൻ എനിക്ക് ഡ്യൂറേഷൻ കുറവല്ല വഴി കൂടെ പോവാന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ആ വഴി കൂടെ ട്രക്ക് ചെയ്തു. ആദ്യം നല്ല സ്റ്റീപ്പ് പോലെ ഒരു ഇറക്കമായിരുന്നു. ആ ഇറക്കം ഇറങ്ങി പോകുന്ന വഴിക്ക് കുറേ അട്ടയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് അട്ടയൊക്കെ എൻ്റെ കാല് കടിച്ച്. എന്നാൽ താഴെത്തി അവനെ സ്പ്രേ അടിച്ചിട്ട് അട്ടേനൊക്കെ പോക്കി അങ്ങനെ ക്രോസ് ചെയ്ത് റിവർ പോലെ സ്ഥലം ക്രോസ് ചെയ്ത് ഒരു മല കയറുമായിരുന്നു. അതാണല്ലോ ഒരുമാതിരി മല തന്നെയായിരുന്നു. എൻ്റെ ഒമ്മോ, ഇങ്ങനെയൊക്കെ ആയിരുന്നു, കുത്തനൊക്കെ ആയിരുന്നു മല. എങ്ങനെയൊക്കെ 4 കാലൊക്കെ വലിഞ്ഞ് കയറി എങ്ങനെയൊക്കെ ഒന്ന് മുകളിലെത്തി. ഞാൻ വിചാരിച്ചു ഇറങ്ങി പോയാൽ വിചാരിച്ചു. അത്രയും കഷ്ടപ്പെടായിരുന്നു ഞാൻ. പിന്നെ കുറച്ച് നടന്ന് ചോമ്പ്രോങ് കഴിഞ്ഞ വില്ലേജ് എത്തി. അതൊരു നൈസ് വില്ലേജ് തന്നെയായിരുന്നു സത്യം പറഞ്ഞാൽ. എന്നുവെച്ചാൽ അത്രയും ട്രക്ക് ചെയ്ത് എത്തിയിട്ട് പോലും അതിൻ്റെ അകത്ത് നല്ല സാധനം കിട്ടും. പിസ്സയും എന്താ പറയുക റെഡ് ബുള്ളും കോഫിയും നല്ല സാധനം കിട്ടും. ഒരു ചെറിയ സിറ്റി പോലെ എന്ന് പറയാം. പക്ഷെ നല്ല റേറ്റും ഉണ്ട്. എന്നുവെച്ചാൽ കാരണം മലയായതുകൊണ്ട് തന്നെ എല്ലാം പോർട്ടിങ് ചെയ്യാതെ ആയതുകൊണ്ട് നല്ല റേറ്റും വരുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ ആ വില്ലേജിൽ കൂടെ നടന്ന് ഒരു 2300 സ്റ്റെപ്പ് ഉണ്ട്. ആ 2300 സ്റ്റെപ്പ് നമ്മൾ ഇറങ്ങി വീണ്ടും ഒരു കയറ്റം കയറണം. അതൊരു മലയിലോട്ട്. ഞാൻ അങ്ങനെ പോകുമായിരുന്നു. എനിക്കെന്ന് വെച്ചാൽ വേഗം എത്തണം എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നത്. ഈ ഫോറിനേഴ്സൊക്കെ ഈ ട്രക്ക് ഒരു 7 ദിവസം എങ്കിലും എടുത്തിട്ടാണ് പോകുന്നത്. ഞാനിപ്പം ഒരു 5 ദിവസത്തേനോട് എനിക്ക് തീർക്കണം അതിന് എൻ്റെ ഒരു പ്ലാൻ. ഞാൻ അങ്ങനെ എത്തി ഒരു സിനുവ എന്ന സ്ഥലത്തെത്തി. അപ്പോഴേക്ക് രാത്രിയായി. ഞാൻ ഇട്ടാകുമ്പോൾ മാത്രമാണ് നിർത്തല്. ഞാൻ സിനുവ എത്തിയ ശേഷം ഞാൻ അവിടെ ക്യാമ്പ് അടിച്ചോട്ടാ ചോദിച്ചേക്ക്. അപ്പോൾ അവിടുത്തെ പുള്ളിക്കാർ പറയാ ഇവിടുന്ന് ഫുഡ് കഴിച്ചാൽ ക്യാമ്പ് ചെയ്യാന്ന് പറഞ്ഞു. എനിക്കെന്തായാലും ഈ ബ്രെഡ് കഴിച്ചിട്ടോ അല്ലെങ്കിൽ നട്ട്സ് കഴിച്ചിട്ടോ എന്നെ കൂടെ ഒന്നും പറ്റിയിരുന്നില്ല. ഞാൻ പിന്നെ ഡാൽ ബാത്ത് മേടിച്ച്. എന്നുവെച്ചാൽ അവിടുത്തെ പരിപ്പും ചോറ് ചെയ്യുന്നത് നേപ്പാളിലെ 800 രൂപയായി. വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ ഡാൽ ബാത്തും കഴിച്ച് ഞാൻ അവിടെ തന്നെ താമസിച്ചു. പുള്ളിക്കാരി പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കണമെന്ന് പറഞ്ഞ്. അത് കഴിക്കാനുള്ള പൈസ എൻ്റെ കയ്യിലില്ല. പിന്നെ നോക്കുമ്പോൾ അതിൻ്റെ പുള്ളിക്കാരുടെ ഭർത്താവ് ഒമാനിലായിരുന്നു കുറച്ച് നാൾ. പുള്ളിക്കാരുടെ റൂംമേറ്റ്സ് എന്നാൽ ഈ ഭർത്താവിൻ്റെ റൂംമേറ്റ്സ് ഫുള്ളും മലയാളീസ് ആയിരുന്നു. അപ്പോൾ മലയാളി കുറേയൊക്കെ പറഞ്ഞ് മലയാളി ആൾക്കാർ നല്ല ആൾക്കാരാണ് ഇങ്ങനെ കുറേന്നൊക്കെ പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെയും പൈസ മേടിക്കാതെയും എനിക്കവിടെ ക്യാമ്പ് ചെയ്യാൻ പറ്റി. ഞാൻ ട്രക്ക് സ്റ്റാർട്ട് ചെയ്തു. 3 ദിവസം കൊണ്ട് ഞാൻ ഡിഗൂർ വരെ എത്തി. ഇനി അടുത്തെന്ന് പറയുന്നത് എനിക്ക് 2 സ്റ്റോപ്പേ ഉള്ളൂ. MBC പിന്നെ ABC. മാച്ചപ്പൂച്ചറ ബേസ് ക്യാമ്പും അന്നപൂർണ ബേസ് ക്യാമ്പും. അപ്പോഴേക്കും സമയം രാത്രിയായി. ഞാൻ ഡിഗൂറിൽ എത്തിയപ്പോഴേക്കും എനിക്ക് തോന്നി ഏകദേശം ഒരു 6 മണി 6:30 കണ്ടായി. ഞാൻ പിന്നെ ഡിഗൂറിൽ ക്യാമ്പ് അടിക്കാൻ തീരുമാനിച്ചു. ഡിഗൂറിൽ ക്യാമ്പ് അടിച്ച് അവിടെ നിന്ന് ഇതേപോലെ ഫുഡ് കഴിച്ചാൽ ക്യാമ്പ് അടിച്ച പോലെ സമ്മതിച്ച് ഞാൻ അവിടെ നിന്ന് ഒരു ഫ്രൈഡ് റൈസ് മേടിച്ച് കഴിച്ചു. ഒരു ഫ്രൈഡ് റൈസിന് ഇതേപോലെ ഏകദേശം 800 രൂപ തന്നെയായി. അങ്ങനെ ഡിഗൂറിൽ നിന്ന് MBCയോട് ഞാൻ ട്രക്ക് ചെയ്യുമായിരുന്നു. ഭയങ്കര കഷ്ടപ്പാടെന്ന് വെച്ചാൽ ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ. അതുകൊണ്ട് തീരെ എനർജിയും ഇല്ല, നടക്കാനും ഭയങ്കര പ്രയാസം. കയ്യിലൊക്കെ നട്ട്സും ഫുഡൊക്കെ തീരും ചെയ്തു. എങ്ങനെയൊക്കെയോ പിന്നെ വലിഞ്ഞ് നടന്ന് MBC എത്തി. ഞാൻ ആദ്യം തന്നെ പോയി ഫുഡ് കഴിക്കാനായിരുന്നു. ഞാൻ പോയി ഫുഡൊക്കെ കഴിച്ച് ഈ ഒരു ഡാൽ ബാത്ത് തന്നെ കഴിച്ചു. ഡാൽ ബാത്ത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ABC പോകാമെന്ന് വിചാരിച്ച്. ABC പോകുന്ന വഴിക്ക് മഴയും പെയ്തു. ഒരു കല്ലിനിടയിൽ പോയി ഇരുന്ന് കുറച്ച് നേരം ഇരുന്ന് മഴ കഴിയുന്ന മാതിരി നിന്ന്. പിന്നെ ഫുള്ളും ഫോഗായിരുന്നു. എനിക്ക് തീരെ കണ്ണൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെയോ ട്രക്ക് ചെയ്തു. ആ ടൈമിന് ഞാൻ ഒന്ന് പേടിച്ചു പോയി. ഞാൻ ഹെൽത്ത് ഇഷ്യൂസും ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര സാരമൊക്കെ പൊട്ടുന്ന വേനൊക്കെ വന്നു ആ ടൈമിന്. ഞാൻ എന്തെങ്കിലും പറ്റിയാൽ പോലും ആരും ഉണ്ടാവില്ല, ഉറപ്പാണ്. കാരണം അവിടെയൊക്കെ എന്തെങ്കിലും പറ്റിയാൽ ഹെലികോപ്റ്റർ റെസ്ക്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ആരും ചുമന്നുകൊണ്ട് പോകാൻ പോലും ഉണ്ടാവില്ല. ഞാൻ പിന്നെ എങ്ങനെയൊക്കെയോ നടന്ന് ഫോഗിൽ ഇങ്ങനെ നടക്കുമായിരുന്നു ഞാൻ. അങ്ങനെ എത്തിയപ്പോൾ പെട്ടെന്ന് ഒരു ബോർഡ് കണ്ട്, നമസ്തേ അന്നപൂർണ ബേസ് ക്യാമ്പ് എന്ന് പറഞ്ഞു. അത് കണ്ടപ്പോൾ തന്നെ ഒരു സന്തോഷവും പിന്നെ ഒരു രോമാഞ്ചവും എന്താണെന്ന് അറിയില്ല, ഒരു ടൈപ്പ് ഫീലിംഗ് ആയിരുന്നു. ഇത്രയും കഷ്ടപ്പെട്ട് 3 ദിവസം എങ്ങനെയൊക്കെയോ വലിഞ്ഞ് നടന്ന് എത്തിയല്ലോ എന്ന് ആലോചിച്ചപ്പോൾ അങ്ങനെ ബോർഡിനടുത്ത് എത്തി. ആ ടൈമിൽ തന്നെ കുറച്ച് ആൾക്കാർ അങ്ങോട്ട് നടക്കുന്നത്. ഞാൻ കടന്ന് ഒച്ച വെച്ച് പുള്ളിക്കാരനെ പിടിച്ചു പിടിച്ചുകൊണ്ട് വന്ന് ഫോണിൽ ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്ത്. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് ഭയങ്കര ഫോഗൊക്കെ ആയിരുന്നു. ഞാൻ മേളിൽ പോയി ഒരു ഭയങ്കര തണുപ്പ് പോയിരുന്നു ആ ടൈമിന്. എനിക്ക് തോന്നുന്നു -1 or 2 അങ്ങാനായിരുന്നു ആ ടൈമിന്. ഭയങ്കര ഫോഗും. ഞാൻ പിന്നെ ഒരു കടയിൽ കയറിയിരുന്നു തണുപ്പ് കാരണം. അപ്പോൾ കയറിയപ്പോൾ തന്നെ അവിടുന്ന് 2 മലയാളീസിനെ കണ്ട്. അവര് മലപ്പുറത്ത് 2 പേര് മലപ്പുറത്തു നിന്നും 4 പേര് വയനാട്ടിൽ നിന്നായിരുന്നു. ഇവര് ഇതേപോലെ ട്രക്ക് ചെയ്യാൻ വേണ്ടി വന്ന. പിന്നെ ഞാൻ ആ മലയാളീസിൻ്റെ ഒപ്പം തന്നെ തിരിച്ചിറങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. ഞങ്ങളുടെ പ്ലാൻ ഞാൻ 3 ദിവസം കൊണ്ട് കയറിയ മല ഒറ്റ ദിവസം കൊണ്ട്
എത്തണം എന്നാണ് ഞങ്ങളുടെ പ്ലാൻ. കാരണം എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഇവരുടെ കയ്യിലും പൈസ ഇല്ല. എൻ്റെ കയ്യിൽ ടെൻറ്റ് ഉണ്ടായിരുന്നു, ആ ടെൻറ്റ് ഞാൻ വിൽക്കാൻ വേണ്ടി വരെ നോക്കിയാണ്, എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ ഇവർ പറ്റിക്കാൻ നോക്കുക നടന്ന ആൾക്കാരൊക്കെ. ഞാൻ പിന്നെ ഈ മലയാളത്തിൻ്റെ ഒപ്പം ഒറ്റ ദിവസം കൊണ്ട് താഴ്ത്തിറങ്ങി. ഏകദേശം 35 കിലോമീറ്റർ ആയിരുന്നു ആ ഒരു ദിവസം ഞാൻ നടന്നത്. എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ നടന്ന ഡിസ്റ്റൻസ് വരുന്നത് അതാണ്, 35 കിലോമീറ്റർ. 35 കിലോമീറ്റർ ഞാൻ രണ്ട് മല അങ്ങോട്ടാണ് കയറി ഇറങ്ങുക ചെയ്തത്. അങ്ങനെ രാത്രി ആയപ്പോൾ ഞങ്ങൾ ഗാന്ധ്രുക്കിൻ്റെ വണ്ടി കിട്ടുന്ന സ്ഥലം വരെ എത്തി. പിന്നെ ഷെയർ ടാക്സി ഒക്കെ പിടിച്ച് രാത്രി ഒരു 12 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പൊക്കാര എത്തി. അവിടെ നിന്ന് ലഡാക്ക് പോകാനായിരുന്നു എൻ്റെ പ്ലാന്. ആ ടൈമിനായിരുന്നു എൻ്റെ ഫണ്ടൊക്കെ ഷോർട്ടായി. പിന്നെ വീട്ടിൽ കുറച്ച് സീനായി, അമ്മയ്ക്ക് തീരെ വയ്യാതെയായി. പിന്നെ എനിക്ക് നാട്ടിലോട്ട് എത്രയും പെട്ടെന്ന് എത്തേണ്ട ആ ഒരു സിറ്റുവേഷൻ വന്ന്. പിന്നെ എനിക്ക് സ്കൂളും ഓപ്പണായി. അങ്ങനെ എൻ്റെ 80 ദിവസം യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. എനിക്ക് ഈ ചെറുപ്രായത്തിൽ തന്നെ ഇത്രയും സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യാൻ അവസരം ഒരുക്കി തന്നെ എൻ്റെ പാരൻസ് പപ്പയും അമ്മയിലേക്ക് എനിക്ക് അവരോട് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്. അതുപോലെ തന്നെ യാത്രക്കിടയ്ക്ക് ഞാൻ കണ്ടുമുട്ടിയ കുറേ ആൾക്കാരും പിന്നെ യാത്ര ചെയ്യാൻ നേരത്തെ ഞാൻ കുറേ തടസ്സങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഫണ്ടില്ലാത്ത ഇഷ്യൂ. അപ്പോൾ കുറേ പേര് തന്നെ പൈസയൊക്കെ തന്ന് സഹായിച്ചിട്ടുണ്ട്. പപ്പയുടെ ഫ്രണ്ടും എൻ്റെ കസിനൊക്കെ അവരോടും കുറേ നന്ദി തന്നെ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തിൻ്റെ പിന്നാലെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വിചാരിക്കാത്ത ഇഷ്ടം പോലെ മൊമെൻറ്റ്സ് നിങ്ങളുടെ ലൈഫിലുണ്ടാവും. ചിലപ്പോൾ അത് നല്ലതാവാം, ചീത്തയാവാം, ബട്ട് അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ആയിട്ട് കണ്ട് ലൈഫിൽ ഞങ്ങൾ മാക്സിമം ട്രാവൽ ചെയ്ത് മാക്സിമം ആൾക്കാരെയൊക്കെ മീറ്റ് ചെയ്യാൻ നോക്കുക. ഇത്ര നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.